ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖിദ്ലാനും തൗഫീഖും, സൗഭാഗ്യവും ദൗർഭാഗ്യവും അള്ളാഹു തൗഫീഖിൻ്റെ അഹ്ലുകാരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. എന്താണ് ദൗർഭാഗ്യം? അള്ളാഹുവിലേക്ക് അടുക്കുവാൻ എല്ലാ അവസരം ഒത്തിട്ടും ദുന്യവ്യ ശുഗലുകളൊന്നുമില്ല, അതൊക്കെ അത്യാവശ്യത്തിനുണ്ട്. ഒരു മുടക്കും ഞമ്മക്കില്ല, പക്ഷേ അള്ളാഹുവിലേക്ക് അടുക്കണില്ല. വല്ലാത്തൊരു ദൗർഭാഗ്യം തന്നെയല്ലത്. അപ്പം അവിശ്വാസികൾ അത് നമ്മൾ തന്നെയാണ്. ഒഴിവിട്ടിയാൽ അള്ളാഹു വല്ലാത്ത വസ്തുക്കൾ നമ്മൾ വ്യാപൃതരാകും. കേൾക്കി, നമ്മൾ ഹിക്കം 2-ാം ഭാഗം 79-ാമത്തെ പേജ്. അൽ ഖിദ്ലാനു ഹുവ അദമു തൗഫീഖി വൽ മഊന, അള്ളാഹുവിങ്കലിൽ നിന്ന് സഹായവും തൗഫീഖും ലഭിക്കാതിരിക്കുക. ദൗർഭാഗ്യം കുല്ലുൽ ഖിദ്ലാനി അൽ ഖിദ്ലാനു താമ്മു, പരിപൂർണമായ ദൗർഭാഗ്യമെന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തതഫറഗ മിന ശവാഗിലി അദ്ദുന്യവിയ, ദുന്യവിയായ എല്ലാ ശുഗലുകളിൽ നിന്നും ഇജ് ഫാരിഗായി. അതൊക്കെ അത്യാവശ്യമുണ്ട്, ഇനി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ എൻ്റെ വരുമാനം വന്നുകൊണ്ടിരിക്കും. അതെങ്ങനെ ഫാരിഗാവല്? ബി അയ്യകൂന ഇൻദക മാ യക്ഫീക മിനദ്ദുനിയ, ദുനിയാവിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത്, എനിക്ക് കാഫിയായത് എൻ്റെ അടുക്കലുണ്ട്. ഞാൻ അതിൻ്റെ പിന്നാലെ പോവേണ്ട ആവശ്യം എനിക്ക് ഇല്ല. വത്തഖില്ല അവായിക്കുക, അള്ളാഹുവിലേക്ക് ചലിക്കലിനെ തൊട്ടുള്ള എല്ലാ പ്രതിബന്ധങ്ങളൊന്നും എനിക്കില്ല, അതൊക്കെ വളരെ കുറവാണ്. അങ്ങനെയൊക്കെ ആയിട്ടും സുമ്മലാ തർഹലയിലൈ, നീ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാതിരിക്കുക. എല്ലാ അവസരം ഒത്തിട്ടും ദീന് മറന്ന് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുക. മഅദല്ലാഹ്, അള്ളാഹു കാക്കട്ടെ. ഇത് ദൗർഭാഗ്യമല്ലെങ്കിൽ പിന്നെ ഏതാണ് ദൗർഭാഗ്യം? കാരണം അല്ലാഹു തആല നമ്മളെ ഇങ്ങോട്ട് പടച്ച് വിട്ടത് ഇവിടെ സുഖിയന്മാരായി ജീവിക്കാനല്ല, ഉറങ്ങാനും തിന്നാനും മൊബൈൽമ മാന്താനും അല്ല അല്ലാഹു തആല നമ്മളിങ്ങോട്ട് പഠിച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അപ്പോൾ ഒരടിമ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫൽ വാജിബു അലാ കുല്ലി അഹദിൻ, എല്ലാ ഓരോ ആളുകളെ മേലും അനിവാര്യമായത്, നിർബന്ധമായത്, ഐ യർമിയ ബിൽ അവായിഖി വശവാഗിലി ഖൽഫ ലഹരി, അള്ളാഹുവിനെ തൊട്ട് മുടക്കുന്ന, തടയുന്ന എല്ലാ ശുഗലുകളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും അതൊക്കെ ബാക്കിക്ക് എറിയുക. ഖൽഫ ലഹരിഹി, മുതുകിൻ്റെ ബാക്കിലേക്ക് ഇടുക. അതിന് തീരെ വേണ്ടെന്നാൽ അതൊക്കെ അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ, മുടക്കുന്നതൊക്കെ വലിച്ചെറിയാം. എന്നിട്ടോ വയുഖ്ബിലു അലാ മൗലാ, വയുഖ്ബില അലാ മൗലാ, മൗലയായ അള്ളാഹുവിൻ്റെ മേൽ തവജ്ജുഹാവുക, മുന്നിടുക. അള്ളാഹ്ക്ക് വേണ്ടി വന്നവരാണ് നമ്മൾ, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി വന്നവരാണ് നമ്മൾ, അള്ളാഹുവിന് വേണ്ടി ധ്യാനിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മൾ. എവിടെ നമ്മളിപ്പോൾ ഉള്ളത്? കാര്യമായിട്ട് നമ്മളെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വാക്കുകളും അള്ളാഹുവിന് വേണ്ടിയാണോ? അള്ളാഹുവിനെ കിട്ടുവാൻ വേണ്ടിയാണോ? അല്ലല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
വഖദ് ഖീല സീറൂ ഇലല്ലാഹി അർജം വമകാസീർ. എങ്ങനെയൊക്കെയാണോ കഴിയോ അങ്ങനെയൊക്കെ ഒറ്റക്കാലായിട്ടും എട്ടേപ്പത്തായിട്ടും മുടന്തനായിട്ടും കൽബൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞാലും ആകെ എന്താണെങ്കിലും അള്ളാഹുലേക്ക് നിങ്ങൾ ചലിക്കണം. വലാ തന്തളിറു സിഹ, ആരോഗ്യം കാത്തിരിക്കണ്ട. ഒന്നുകൂടി ഉഷാറായിട്ടാണ്ട് ഒരുങ്ങാം. ഫഇന്നന്തിലാറ സിഹത്തി ബത്വാല, ആരോഗ്യത്തിനെ കാത്തു നിൽക്കൽ അത് ബത്വാലത്താണ്, നടക്കൂല. എപ്പോഴാ പോവുക നമുക്കറിയോ? അതുകൊണ്ട് എല്ലാ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടും അള്ളാഹുവിലേക്ക് ചലിക്കാതിരിക്കുക എന്നുള്ളത് അൽ ഖിദ്ലാനു കുല്ലുൽ ഖിദ്ലാൻ, സമ്പൂർണമായ ദൗർഭാഗ്യമാണ്. അല്ലാഹു തആല അള്ളാഹുവിലേക്ക് ചലിക്കുവാനും അള്ളാഹുവിന് വേണ്ടി ജീവിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.